ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ക്ലീനിങ് പരിപാടിയുടെ ബാക്കി പാർട്ടാണേ. സത്യം പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാതെ ഞാൻ കുറച്ച് സമയം ഒന്ന് ആലോചിച്ച് നിന്നു. ആകെ അലങ്കോലായി കിടക്കായിരുന്നു. നമ്മൾ ടൂർ പോയപ്പോൾ പ്ലാൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചതാണേ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ പിറക്കി വെക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയ പരിപാടികൾ സൈക്കിളിൽ പെയിൻ്റ് അടിക്കലായി, പിന്നെ പൈപ്പിൽ പെയിൻ്റ് അടിക്കലായി, റിയോ പ്ലാന്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് നടലായി, അങ്ങനെ നീണ്ടു പോയി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് കുറച്ച് പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗാർഡനിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പണികൾ നമ്മൾ വിചാരിക്കാത്ത പണികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ. മിക്കവാറും എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണെന്ന് തോന്നുന്നേ. പക്ഷേ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള പണികളാണ്. നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതിനേക്കാളും പാത്രങ്ങൾ കഴുകി പറക്കുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും ഈ ഗാർഡനിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ. പക്ഷേ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് ഫ്രീ ആവുന്ന ടൈമിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഓരോ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനുണ്ടാവും. ഒന്നിലും മണ്ണ് ഇളക്കിയിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോച്ചയൊക്കെ കയറി നിൽക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ എടുത്ത് കളയാനോ ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഈ കലാത്തിയ, ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ്, പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അതിനെ കുറച്ച് നാളായിട്ട് നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട്, അതിൻ്റെ മണ്ണെല്ലാം സെറ്റായിരിക്കുകയാണ്. ഞാൻ പിന്നെ അതിനെ ഇളക്കിയിടാനൊന്നും ശ്രമിച്ചില്ല. ക്ലീൻ ചെയ്യാൻ ചൂലെടുത്ത കൂട്ടത്തിൽ ഞാൻ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടിയൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം എനിക്കറിയാം ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ആ മിക്സ് കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നല്ല പാർട്ടൊക്കെ കട്ട് ചെയ്ത് ഒന്ന് പോട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണേ. പക്ഷെ അധികം വെയിൽ വേണ്ട. വെയിലാണെങ്കിൽ ഇലകളെല്ലാം ഇങ്ങനെ കരിഞ്ഞു പോകും. അത് വെയിലില്ലാതെ ഇരിക്കാൻ, വെയിൽ അധികം തട്ടാതിരിക്കാനായിട്ട് ഞാൻ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ അടിയിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യാറ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെയിലില്ലാത്ത ഒരു ഏരിയ കുറവാണ്. അല്ലെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ സൈഡിലാണ് വെയിൽ കുറവുള്ളത്. അപ്പോൾ അവിടെ കൊണ്ട് വെച്ചാൽ നമുക്ക് എപ്പോഴും ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ കാണണ്ടേ പ്ലാന്റ്സൊക്കെ. അതുകൊണ്ട് ഞാൻ അവിടെ പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഈ റിയോ പ്ലാന്റിൻ്റെ അടുത്തുള്ള കളി. അവിടെ ഈ റിയോ പ്ലാന്റ് ആകെ ആയിട്ട് നിൽക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അവിടുന്ന് ആ റിയോ പ്ലാന്റ്സ് എല്ലാം പറക്കി മാറ്റി അതിനകത്തുനിന്ന് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ആ കൊങ്ങിണി ചെടി വെച്ചിട്ടുള്ള പൈപ്പിൻ്റെ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ആമ്പലിനെ നമുക്ക് അങ്ങോട്ടേക്ക് നീക്കി വെക്കാവേ. അപ്പോൾ അത് അവിടെ ഒന്ന് ഒതുങ്ങിയിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ആമ്പൽ നമ്മൾ NPKയും DAP ഒക്കെ കൊടുത്തിട്ട് ഇതുവരെയും ഫ്ലവറൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഒന്നും കൂടി കൊടുത്താലോ എന്നുള്ള ആലോചനയിലാണേ. ഈ നമ്മളെ കട്ട വെച്ച് കെട്ടിയ ഈ മതിൽ എപ്പോഴും ഇതുപോലെ പായൽ പിടിക്കും. എന്നാൽ ജസ്റ്റ് അതൊന്ന് പെയിൻ്റൊക്കെ അടിച്ചെടുത്താൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. എന്തായാലും അതും കൂടിയൊക്കെ ചെയ്യണം. ഇനി നമുക്ക് ഈ റിയോ പ്ലാന്റിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള പാർട്ടുകളൊക്കെ ഞാൻ കമ്പോസ്റ്റിനകത്ത് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതവിടെ കിടന്നങ്ങ് കമ്പോസ്റ്റ് ആയിക്കോളും. നമുക്ക് പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. ഈയിടെയായിട്ട് ഞാൻ കരിയില കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് കാണിക്കാവേ. നമ്മൾ ബിഗോണിയുടെ ഒരു ലീഫ് കുത്തി വെച്ചതാണ്. ആ ബിഗോണി എനിക്ക് പിടിച്ചിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അന്ന് ഞാനൊരു ലീഫ് കുത്തി വെച്ചത് 1-2 തൈകളായിട്ടുണ്ട്. നമുക്ക് ഈ പോട്ട്സൊക്കെ പിറക്കി ഒന്ന് തുടച്ചതിന് ശേഷമാണ് എടുത്ത് വെക്കുന്നത്. ഞാൻ തടിയുടെ മുകളിൽ ഗ്രീൻ നെറ്റ് വിരിച്ചിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. ആദ്യം കരുതി പെയിൻറ്റ് അടിച്ചാലോ ഒന്ന്. പിന്നെ പെയിൻറ്റ് നമുക്ക് അത്രയും വേണ്ടി ഇല്ല. അതിനും കൂടി അടിക്കാനുള്ള പെയിൻറ്റ് ഉണ്ടാവില്ല. നമുക്ക് സൈക്കിളിനും പൈപ്പിനും ഒക്കെ പെയിൻറ്റ് അടിക്കണമല്ലോ. അപ്പോൾ അതിലും കൂടി അടിക്കാനുള്ള പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മോൻ്റെ ബുക്ക് ഓതുന്ന ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അതെടുത്തിട്ടാലോ എന്നൊന്ന് ചിന്തിച്ചു. അതാകുമ്പോൾ പിന്നെ അവിടെ കിടക്കാൻ ചാൻസ് കുറവാണ്. അവസാനം നമ്മൾ ഈ ഗ്രീൻ നെറ്റ് തന്നെ എടുത്തുകൊണ്ട് വന്നു. ഇതന്ന് പ്ലാന്റ്സിന് അധികം സൺലൈറ്റ് ഇടിക്കാതിരിക്കാനായിട്ട് മുകളിൽ കെട്ടാൻ മേടിച്ചതാണ്. അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത് തറിഞ്ഞാൽ എനിക്ക് വഴക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ചേ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളേ. അപ്പോൾ എന്നിട്ട് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ പറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഹാങ് ചെയ്തിട്ടേക്കുന്നത് നമ്മുടെ ഈ വാട്ടർമെലൺ പെല്ലോണിയ, അങ്ങനെ അല്ലായിരുന്നു ഇതിൻ്റെ പേര്, കറക്റ്റ് ഓർമ്മയില്ല, മറന്നുപോയി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു കാര്യമാണെങ്കിലും ഇങ്ങനെ റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകുമല്ലേ. ആ പ്ലാന്റ് പേര് ഞാൻ കുറച്ച് നാളായിട്ട് അങ്ങനെ പറയുന്നേ ഉണ്ടായിരുന്നില്ലേ. ഇതിനെ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കാം. എന്തായാലും അതിൻ്റെ ഹാങ് ചെയ്ത് വരുന്നതൊക്കെ ഒരു ഭംഗിയില്ലാതായിട്ടുണ്ട്.
അതിനെ എടുത്തപ്പോഴത്തേനും നമ്മുടെ ഹോയ പ്ലാന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കിടക്കുന്നതൊക്കെ കുറച്ച് പിടിച്ച് മുകളിലേക്കാക്കി കൊടുത്തു. അത് നമ്മൾ കയറാണ് കെട്ടിയേക്കുന്നത്, അതുകൊണ്ട് അതും കാണാനൊരു നീറ്റ്നെസ് ഇല്ല. അതിനിപ്പോൾ എന്ത് ചെയ്യും, എനിക്കതെടുത്ത് കളയാനും തോന്നണില്ല. ഇനിയിപ്പോൾ എന്തായാലും തൽക്കാലം അവിടെ തന്നെ കിടക്കട്ടെ. ഇനി നമ്മുടെ ഈ വാട്ടർ മിലൺ പ്ലാന്റിനെ നമുക്ക് താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്നതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് മണ്ണും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഒരേ ലെവലിൽ അത് നല്ലതായിട്ട് ഹാങ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ഒരേപോലുള്ള പോട്ട്സ് ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായേനെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ പോട്ട്സ് ഒരേപോലുള്ളതൊക്കെ മേടിച്ചിട്ട് സെറ്റ് ചെയ്യാൻ നിന്നാൽ വീണ്ടും നമുക്ക് കയ്യിരിക്കണ കാശ് പോകും. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും നമുക്കുള്ള സൗകര്യങ്ങളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ അധികം കാശൊന്നും ചിലവാക്കാതെ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കാമല്ലേ. ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.